നമസ്തേ. 2025 മെയ് മാസം 18 രാഹുവിൻ്റെ മാറ്റം വരുന്നത്. അപ്പം രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാശിയിൽ 1.5 വർഷമാണ് നിൽക്കുന്നത്. അപ്പം രാഹു 18 വർഷമാണ് ഒരു ജാതകത്തിലെ രാഹു ദശ തുടങ്ങുമ്പോൾ 18 വർഷമുണ്ട്. ഇതിലേക്ക് വരുന്നത് ഓരോരോ രാശിയിൽ നമ്മൾ നിന്ന് 1.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക. രാഹു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാമ്പിൻ്റെ പോലെയാണ് നമ്മൾ പറയുക, രാഹു കേതുക്കളും വരുന്നത്. അപ്പം രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറുന്നത് മെയ് 18 അപ്പോൾ തന്നെ കേതുവും ധനുവിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറും. അപ്പൊ രാഹു മാറുമ്പോൾ അപ്പം തന്നെ കേതുവും മാറും. എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ഗ്രഹങ്ങളെ ബാക്കിലേക്കാണ് സഞ്ചരിക്കുക. അപ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെതായ മാറ്റങ്ങളാണ്. ഇപ്പൊ നമ്മൾ ശനിയായാലും വ്യാഴായാലും മാറുന്ന അതേപോലെ തന്നെയാണ് രാഹു മാറുമ്പോഴും. അപ്പൊ രാഹു മാറുമ്പോൾ നമുക്ക് മേടൻ രാശിയുടെ കൂറെടുത്ത് നോക്കുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗവും രാഹു 11 രാഹുവിന് ഇഷ്ടഭാവം എന്ന് പറയുന്നത് 11 3 മാത്രമാണ്. അപ്പോൾ ഈ രാഹു കേതുക്കൾക്ക് നമ്മുടെ രാശിചക്രത്തിൽ ഇന്നൊരു സ്ഥാനമില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം. പക്ഷെ അവരിൽ നിൽക്കുന്നതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാവമാണ് 11. അപ്പൊ 11 രാഹു നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കേതു വന്ന് നിൽക്കും. അപ്പോൾ അത് മേടൻ രാശിയുടെ 5-ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ എത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് രാഹു കൂടെ 11 സാമ്പത്തികമായ ലാഭങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തരുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് ഈ കേതു നമുക്ക് മാറ്റങ്ങൾ തരും. ഒരു ജ്ഞാനം കൂടി തരുന്ന ഒരു ഗ്രഹമാണ് കേതു. ഖണ്ഡകാരകനാണ് എങ്കിലും നമുക്ക് അറിവുകളെയും തരുന്ന ഒരു ഗ്രഹമാണ് കേതു. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്താനഭാവമാണ് 5-ാം ഭാവം, അവിടെയാണ് നിൽക്കുക. അപ്പോൾ കുട്ടികൾക്ക് പുറത്തേക്കൊക്കെ പോവാനോ അല്ലെങ്കിൽ വേറെ വല്ല ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ സാമ്പത്തികമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ദോഷങ്ങളൊന്നുമില്ല. നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ബിസിനസ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതിൽ ഏഴരശനി ഉണ്ട് മേടക്കാർക്ക്, എങ്കിലും രാഹു നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ല ഗുണങ്ങളാണ് തരാൻ പോകുന്നത്. അപ്പോൾ ഈ മേടരാശിക്കാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ ഈ ഒരു കാലഘട്ടം 1.5 വർഷം ഏറ്റവും നല്ലൊരു കാലമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. രാഹു പിന്നെ ചെറിയ ചെറിയ സ്കിന്നിലുള്ള രോഗങ്ങളെയൊക്കെ തരും. അതാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് രാഹു നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ലെ രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കർമ്മത്തിൽ ബന്ധനങ്ങളെ ഉണ്ടാക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇടവിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരിക്കും കർമ്മത്തിൽ തന്നെ. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളുണ്ടാവാം. രാഹു ആകുമ്പോൾ രോഗങ്ങളെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് പതിവില്ലാത്ത കേസ്, കോടതി, അങ്ങനെയൊക്കെ ഓരോരോ വിഷയങ്ങൾ ഈ കർമ്മത്തിൽ ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ ഉണ്ടാക്കും. അപ്പം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവർ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാർത്തികയുടെ 1/4 ഭാഗവും രോഹിണിയും അഘേര്യത്തിൽ അരയും, ഇവരെയാണ് ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം. അപ്പോൾ ഈ ഒരു 1.5 വർഷമുണ്ട് നമുക്ക് വ്യാഴമൊക്കെ നല്ലൊരു സമയത്തായതുകൊണ്ട് അധികം അലട്ടില്ലാതെ മുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂട്ടുകാർ കുറേ അധികം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു. കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മുന്നിൽ നിർത്തും. വല്ല കേസിലോ കോടതിയിലോ ഒക്കെ വന്ന് പെടുമ്പോൾ നമ്മളായിരിക്കും ആദ്യം പോയി പെടുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് നിൽക്കുന്നത് 9-ാം ഭാവത്തിലെ രാഹുവാണ്. കേതു ആണെങ്കിൽ 3-ലുമാണ് നിൽക്കുന്നത്. അപ്പൊ രാഹുവിനെ സംബന്ധിച്ച് 9 ഭാവം ജ്ഞാനത്തേക്ക് തരും. എങ്കിലും ആ രാഹു എന്നുള്ള ഗ്രഹത്തിന് 9 ഭാഗ്യത്തെ കുറയ്ക്കല്ലേ നമുക്ക് ചെയ്യുന്നത്. രാഹു ഭാഗ്യം വരുന്നു. ഇപ്പൊ നമുക്കൊരു ജോലിയുടെ ഓഫർ ലെറ്റർ കിട്ടി, ഇതിപ്പോ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോ തരും എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ കിട്ടണ്ടേ? എന്നാലല്ലേ നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ അത് നമുക്ക് പറ്റാത്തൊരു സാഹചര്യം അവിടെ രാഹു സൃഷ്ടിക്കും. രാഹു ഇങ്ങനെ എഴഞ്ഞു പോകുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അതൊന്ന് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് അടുപ്പിക്കാനായിട്ട് നമ്മൾ ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക. പിന്നെ അടുത്തുള്ള നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളിച്ചെണ്ണ ഇതൊക്കെ അർച്ചന കൊടുക്കുക. നമ്മുടെ ഭാഗ്യമാണേ പോകുന്നത്. അപ്പോൾ ഭാഗ്യത്തെ കെട്ടാൻ പാടില്ല. അപ്പോൾ അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. പിന്നെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് രാഹു നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിലാണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. കാലിൻ്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. ഈ കാലുമ്മ നീരൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം.
അവിടെയൊക്കെ ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അഷ്ടമ രോഗാവസ്ഥയും കൂടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ കർക്കിടക രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയില്യവും പൂയവും പുണർദത്തിൻ്റെ ഒരു കാൽഭാഗവും കൂടിയതാണല്ലോ കർക്കിടകം. അപ്പോൾ അവര് അഷ്ടമത്തിൽ രാഹു ആയതുകൊണ്ട് നാഗങ്ങൾക്ക് പോയി കുടുംബക്ഷേത്രത്തിൽ നാഗത്താന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് പ്രാർത്ഥന കൊല്ലത്തിലൊരിക്കലുള്ള പൂജയിലൊക്കെ നിങ്ങളുടെ വഴിക്ക് പ്രത്യേക ആരാധനയ്ക്ക് കൊടുക്കുക. രോഗങ്ങളെ മാത്രമേ ശ്രദ്ധിക്കണ്ടോ, മറ്റുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല. സാമ്പത്തികമായിട്ടൊന്നും വലിയ ദോഷമല്ല, പക്ഷെ ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കും, കടമുണ്ടാക്കും, ബാധ്യതകൾ ഉണ്ടാക്കും, കേസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ 2ാം ഭാവം കേതുവാണ്. ഈ കർക്കിടക രാശിക്കാരൊക്കെ ഈ കേതു മാറുമല്ലോ. അപ്പോൾ 2ലാണ്. വാക്കിനെ വളരെ ശ്രദ്ധിക്കണം. നിധി, കോശം, ധനം, വാക്കാണ്. അപ്പോൾ ഈ രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷേഡോ ഗ്രഹമാണ്. നമ്മൾ മായ ആക്കും, നമുക്ക് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ നമുക്ക് മായ ഉണ്ടാക്കും. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കേതു ലഗ്നത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അതായത് വെച്ചാൽ ആ കൂറിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 7ാം ഭാവത്തിലാണ് രാഹു വന്ന് നിൽക്കുന്നത്. അപ്പോൾ 7ലെ രാഹു ശനിയുടെ ക്ഷേത്രം കൂടിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഡിവോഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണവരാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ചർച്ചയ്ക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിട്ട് വരാം. 7ാം ഭാവത്തിൽ ഭർത്താവിൻ്റെ വല്ല രോഗാവസ്ഥകൾ, ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വരാനും സ്കിന്നിൽ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധ്യതകളുണ്ട്. പിന്നെ ഇതിലൊക്കെ ഞാൻ ഈ ഗോചര ഫലമാണ് ഈ പറയുന്നത്. 1.5 വർഷക്കാലം മാത്രമാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ചില ജാതകത്തിൽ 3ലൊക്കെയാണ് രാഹു നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് ഇത് വരാനും സാധ്യതയുണ്ട്. അപ്പം ഗണ്ഡകാരകനാണ് കേതു. അപ്പോൾ വാഹനാദികളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ തോന്നും അതിന് കാര്യങ്ങൾ ചെയ്യാം. കൂട്ടുകെട്ടുകളൊക്കെ കൂടുമ്പോൾ അവിടെ ഇരുന്ന് അവർ പറയുന്നതൊക്കെ കേട്ട് ചിന്തിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടുകാരോട് കൂടി ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അതൊക്കെയാണ് നമുക്ക് കേതു രാഹുവിന് ഇങ്ങനെ 7ലും ലഗ്നത്തിലൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 6ലാണ്. അപ്പം പാപഗ്രഹങ്ങൾക്ക് 6ാം ഭാവം നല്ലതാണല്ലോ. അപ്പം 6ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും, പക്ഷെ 12ല് നമുക്ക് കേതു പോയി, മോശസ്ഥാനല്ലേ. മോശസ്ഥാനം അതാണെങ്കിൽ കേതു എന്നുള്ളത് ഭയങ്കര ദോഷമാണ്. ഇപ്പോൾ ഇവിടെ 6ാം ഭാവം കൊണ്ട് രാഹുവിന് കുഴപ്പമില്ലെങ്കിലും അത് ദൃഷ്ടി ചെയ്യുന്ന കേതു. ഗവൺമെൻറ് തലത്തിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ലെസ്സാക്കി കളയരുത്. അതൊരു വക്കീലിനെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാളെ കണ്ട് വളരെയധികം അത് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് രീതിയിലായിട്ട് അത് കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ 6ാം ഭാവത്തിലെ രാഹു പാപഗ്രഹമാണ്. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ രാഹു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേഡോ ഗ്രഹമാണ്. നമുക്ക് മോഹങ്ങൾ കുറേ അനർത്ഥം, അത് ഇന്നത് പോയാൽ ഇന്നത് കിട്ടും എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കും. അപ്പോൾ 1 2 പ്രാവശ്യം നമുക്കത് കിട്ടിയെന്നും വരും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ധനം മുഴുവൻ നഷ്ടപ്പെടുത്താനും ഈ രാഹു നമുക്ക് ഉണ്ടാക്കും. തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 5ാം ഭാവത്തിലാണ് രാഹു, 11ല് കേതുവാണ്. 5ലെ രാഹു നല്ലതാണ്. 5ലെ രാഹു നമുക്ക് നല്ല അറിവുകളെ ഉണ്ടാക്കും. നമ്മുടെ കുടുംബപരമായിട്ട് അവിടെ ഒരു രാഹുവിന് ഒരു സ്ഥാനമൊക്കെ ഉണ്ടാവും, നഖങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക. പിന്നെ 5ാം ഭാവത്തിലൊക്കെ വരുമ്പോഴേ നമ്മുടെ സന്താന ഭാവത്തിൽ, അതായത് ഇവിടെ നിൽക്കുന്ന ചോതി വിശാഖത്തിൻ്റെ 1/4 ഭാഗവും ഒക്കെയുള്ള ആ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതായത് അവരുടെ മക്കൾക്ക് ചിലപ്പോൾ സന്താനങ്ങൾക്ക് നല്ല നല്ല വിവാഹ കാര്യങ്ങൾ വരാം. അതിലൂടെ ചിലപ്പോൾ ചില അനർത്ഥങ്ങൾ വരാം. അതൊക്കെ സൂക്ഷിക്കുക. അവർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. മറ്റുള്ള ഭാവങ്ങളൊക്കെ തുലാരാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ്. ഒരു ഗ്രഹം നമുക്ക് വ്യാഴം 9ലാണെങ്കിലും ഇങ്ങനെ ഒരു ഗ്രഹം ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് വിശാഖ നക്ഷത്രത്തിന്റെ 1/4 ഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടിയതാണല്ലോ. അപ്പോൾ അവർക്ക് 4ലാണ് രാഹു. 4ലെ രാഹു എന്ന് പറഞ്ഞാൽ എഴഞ്ഞ് നീങ്ങാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു കാര്യം പോലും നടക്കണമെങ്കിൽ എഴഞ്ഞ് പോവാണ്. അപ്പം അത് നമുക്ക് വലിയൊരു മനപ്രയാസമാണ്. ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ വീട് പണി ഇപ്പോൾ ഒരു മാസം കൊണ്ട് തീരുന്നത് 2-3 മാസം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥയൊക്കെ രാഹുവിൽ നിന്നുണ്ടാകും. 4ല് രാഹു വരുമ്പോൾ കുടുംബക്ഷേത്രത്തിൽ രാഹു ഉണ്ടെങ്കിൽ, അതായത് നാഗങ്ങളെ വെച്ച് ആരാധനയോ പ്രാർത്ഥനയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്യാം.
പിന്നെ രാഹു ആണ് എന്നുള്ള മനസ്സിലാക്കി ഈ കുടുംബ സ്വത്തുക്കളെ കുറിച്ചുള്ള വല്ല തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ രാഹു ആണ് നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും തെറ്റിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നിൽക്കുക. അപ്പോൾ ഈ അനിഴം തൃക്കേട്ട അവർക്കൊക്കെ ഇത്തിരി ദേഷ്യവും കൂടുതലുള്ള ആൾക്കാരുമാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ള ഒരു ഭൂമിയുടെ തർക്കങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് രാഹുവാണ് നാലിൽ നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു മറുപടി പറയാൻ പാടില്ല, നമ്മുടെ കർമ്മത്തിൽ അത് ദോഷത്തെ ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഭാവത്തിലേക്ക് രാഹു നമ്മളെ കൊണ്ടുപോകും. കുറെ അറിവുകൾ വരും, അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ധനുരാശിക്കാരെ സംബന്ധിച്ച് 3ലേക്കാണ് രാഹു വരുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം. 3ലെ രാഹു എപ്പോഴും നല്ലൊരു രാശിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവിനെ കൂടുതൽ പോഷിപ്പിച്ച് തരുന്ന ഒരു ഭാവമാണ് 3. പിന്നെ നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ്. എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ഗുരുക്കന്മാർ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാന്ന്. അതൊക്കെ മുന്നിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. കേതു ആണെന്നുണ്ടെങ്കിൽ 9ാം ഭാവത്തിലാണ്. അപ്പൊ നമ്മൾ അന്വേഷിച്ച് നടന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഭാവം വരും. പിന്നെ സാമ്പത്തികമായ വിഷയങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ സംഭവിക്കാനായിട്ട്, നല്ലത് വരാനായിട്ട് നമുക്ക് സാധിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ പകുതിയും. അപ്പൊ അവരെ സംബന്ധിച്ചാണെങ്കിൽ 2ലാണ് രാഹു. 2ൽ നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. വാക്ക് അളന്ന് സംസാരിക്കുക എന്ന് പറയില്ലേ, കൂടുതൽ ആരടുത്ത് അധികം സംസാരിക്കാതിരിക്കുക, പറയുന്ന വാക്ക് വളരെ കുറച്ച് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാവത്തിലേക്ക് മാറിപ്പോവുക. അല്ലെങ്കിൽ അവിടെ ഒരു വഴക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വഴക്കാളിയും കൂടിയാണ് രാഹു. അപ്പോൾ അത് പിന്നെ ധനപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുകാരോട് കൂടി ആലോചിച്ച് നമ്മൾ കൊടുക്കണ്ട, അവരെ കൊണ്ട് കൊടുപ്പിക്കുക. നമുക്ക് ഓർമ്മക്കുറവുകൾ ഉണ്ടാവാം, നമ്മൾ ചെയ്തത് ചിലപ്പോൾ ഇതന്നെയാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞ് നമുക്കത് കൊടുത്ത് സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു തീർപ്പുണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രാഹുവിലൂടെ നമുക്ക് വാക്കുകൾ വളരെ സൂക്ഷിക്കണം. വളരെ ധനം നമുക്ക് കയ്യിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനെ വളരെയധികം നന്നായിട്ട് പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. കുംഭൻ രാശിക്കാരെ സമയത്ത് അവിടെ തന്നെ ആ ലഗ്നത്തിൽ തന്നെയാണ് രാഹു വന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്നതാവുമ്പോൾ അവിടെ തന്നെയാണ് രാഹു വന്ന് നിൽക്കുന്നത്. ശനിയുടെ ക്ഷേത്രമാണ്. ശനിയും രാഹുവിനൊക്കെ നല്ല ആത്മീയമായ പുരോഗതിയൊക്കെ നമുക്ക് നൽകാൻ പറ്റും. പക്ഷെ ലഗ്നത്തിൽ രാഹു നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കും. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കും, സ്കിന്നിലെ രോഗങ്ങൾ ഉണ്ടാക്കും. പിന്നെ നമുക്ക് അലസത വരും, മടി വരും. ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ തോന്നിക്കും നമുക്ക്. ഉറക്കൊക്കെ കൂടുതൽ വരുന്നത് വെച്ചാൽ ശനി എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ രാഹുവും അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ്. രാഹു പാമ്പുകളെ പോലെ ഉരകജീവികളെ മാതിരി കഴിക്കുക, കിടക്കുക. അപ്പോൾ ഉണർന്ന ചിന്താഗതി നമുക്ക് നൽകുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഉണർന്ന ചിന്താഗതിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക, നമ്മുടെ ഉണർവ് കൂടുക, മെഡിറ്റേഷൻ ചെയ്യുക, ദേവിയെ നന്നായിട്ട് ആരാധിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണർവ് കിട്ടുക. രാവിലെ എത്രയും നേരത്തെ എണീക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും നേരത്തെ എണീക്കുക. അപ്പൊ അതൊക്കെ ചെയ്താൽ നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 12ലാണ് രാഹു. ആ മീനൻ രാശിയിൽ ശനീശ്വരൻ നിൽക്കുന്നത് 12ലേക്ക് നമുക്ക് രാഹു വരികയും ചെയ്യാണ്. അപ്പോൾ മീനൻ രാശിക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പൊ രാഹു കേതുക്കളിൽ നിന്നും അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ തർക്കങ്ങളിലൂടെ ഒരു കോടതി, വെറുതെ ഒരു ചെറിയൊരു കേസാണെങ്കിൽ അത് കേസായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കണക്കാക്കുക. നമുക്ക് 12ലാണ് രാഹു. പിന്നെ ഒരാളുമായിട്ട് നമ്മൾ തർക്കത്തിലെത്തുമ്പോൾ ഞാൻ കോടതിയിലേക്കോ കേസിലേക്കോ പോകരുത്. അപ്പൊ മാക്സിമം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ മീനൻ രാശിയാണ്. ഇപ്പൊ രാഹു മെയ് 18-ാം തീയതിയാണ് ഇതിലേക്ക് മാറുന്നത്. ഇപ്പൊ ശനീശ്വരൻ അവിടെയുണ്ട്. അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂരോരുട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടിയൊരു മീനൻ രാശി. അപ്പൊ ആ നക്ഷത്രക്കാര് ഏഴരശനിയുടെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ രാഹു 12ലാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ എനിക്ക് ഏഴരശനിയാണ് അല്ലെങ്കിൽ എനിക്ക് രാഹു ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗുരുവാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനായിട്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. ചിലപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് എന്താ പറ്റണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു പിടിപ്പണം സമർപ്പിക്കുക. ഞാൻ അറിഞ്ഞോ അറിയാണ്ടോ
എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറണമെന്ന് പ്രാർത്ഥിക്കുക. ശിവന്റെ അമ്പലത്തിൽ പോവുക, തൃപ്പുക എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനുള്ള ഒരു നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് രാഹു നമുക്ക് മാറ്റം തരുന്നതാണ്.